ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻട്രൊഡക്ഷനായിട്ട് അപ്പാർട്ട്മെൻറ്റിനുള്ള വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ചായി ഞാനൊരു റെസിപ്പി വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്, സോ ജസ്റ്റ് ഒരു ചേഞ്ചിന് അപ്പാർട്ട്മെൻറ്റിനുള്ള വ്യൂ കാണിക്കാൻ വിചാരിച്ചു. ഇതാണ് നൈറ്റ് വ്യൂ. ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് പുറത്തേക്ക്. അവിടെ ദൂരെ കാണുന്നത് ബിൽഡിങ്ങിനടുത്തുള്ള ഒരു മോളാണ്. ഔട്ട്ലെറ്റ് മോൾ എന്ന് പറയും. ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം കിട്ടും. ഇവിടെ അടുത്തായിട്ടൊരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, അതാണ് ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ദിവാലി സ്പെഷ്യലായിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് പൗഡർ കൊണ്ടുള്ള ഒരു പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മിൽക്ക് പൗഡറാണ് എടുക്കുന്നത്. അതുകൂടാതെ ഞാനിവിടെ എടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഗീ ആണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, അതായത് കാടമം പൗഡറാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം പാലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് സാഫ്രൻ സ്ട്രാൻസ് കുതിർത്ത് വെച്ചിട്ട് അത് നല്ലൊരു കളറ് കിട്ടാൻ, പേടയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഒരു 5-6 സ്ട്രാൻസോ സാഫ്രൻ സ്ട്രാൻസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പേട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പ് പാൽപ്പൊടി ചേർക്കുക. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 400 ഗ്രാംസ് ആണിത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കാടമം പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ സാഫ്രൻ സ്ട്രാൻസ് കുതിർത്ത് വെച്ച് പാലൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ബാറ്റർ ആയി വരണം. ഇതിലേക്ക് ബാക്കിയുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക ഫ്ലെയിം. ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേട ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലോ ഗീയോ ഒന്ന് പുരട്ടിയതിന് ശേഷം, ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പേട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വരുന്നത് വരെ ബൈ.